നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2 പെർഫ്യൂമാണ്. ഒന്ന് ലിക്വിഡ് ബ്രൗൺ, ഇത് ഫ്രഞ്ച് അവന്യൂൻ്റെ ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ തന്നെ മറ്റൊരു സബ് ബ്രാഞ്ചാണ്. പിന്നെ ലത്താഫയുടെ ഒരു പുതിയ റിലീസല്ല, മൂന്നാല് മാസമായി ഇറങ്ങിയിട്ട് തെരിയാക്ക് ഇൻറ്റൻസ് എന്ന് പറയും. ഞാനിപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇതിൻ്റെ പെർഫോമൻസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. 3-4 മാസമായിട്ട് തന്നെയല്ല, ഇത് രണ്ടും ഒന്ന് മാസറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതറിയാനായിട്ട്. ആദ്യം അടിച്ച പോലെയല്ല ഇത് രണ്ടും ഇപ്പോഴുള്ളത്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ എൻ്റെ ക്യാമറയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാനത് സോണിക്ക് തിരിച്ചു കൊടുത്തിരിക്കുക. അവന്മാരത് റിപ്പയർ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സമയം എടുക്കും മറ്റേ ക്യാമറ ഇട്ടാണ്ട്. അപ്പോൾ അതുവരെ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ എന്തായാലും ഇട്ടെന്നേ ഉള്ളൂ. സിനിമാറ്റോഗ്രാഫിയിലൊന്നും ഞാൻ വലിയ പുലിയൊന്നുമല്ല. അപ്പം ലിക്വിഡ് ബ്രൗണിലേക്ക് കിടക്കാം. ലിക്വിഡ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസ് ഡിമാർലി ആൾട്ടെയറിൻ്റെ ക്ലോണാണെന്ന് പറയുന്നു. ആൾട്ടെയർ ആണെങ്കിലോ മെഴ്സിഡസ് ബെൻസ് ക്ലബ് ബ്ലാക്കിനെ കോപ്പി അടിച്ചതാണ്. അപ്പം പെർഫ്യൂംസ് ഡിമാർലി ബേസിക്കലി ഒരു ക്ലോൺ ഹൗസാണ്. ഇച്ചിരി, അതായത് സോഫിസ്റ്റിക്കേറ്റഡ് ക്ലോൺ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ക്ലോൺ ഹൗസാണ് പെർഫ്യൂംസ് ഡിമാർലി. അപ്പം ഇതിനകത്തൊരു 1-2 കാര്യങ്ങളുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൾട്ടെയറിനോട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പം ആരെങ്കിലും ആൾട്ടെയർ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടെ ഒന്ന് ആലോചിക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നിയിട്ടില്ല ഇത് തമ്മിൽ. ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് ഇഷ്ടമായത് ഇതാണ് ആൾട്ടെയറിനേക്കാളും. അപ്പം നമുക്കതിൻ്റെ റിവ്യൂവിലേക്ക് കിടക്കാം. നമുക്കാദ്യം കയ്യിൽ സ്പ്രേ ചെയ്ത് നോക്കാം. ആറ്റോമൈസറൊക്കെ അടിപൊളി, കണ്ടോ, നല്ല മിസ്റ്റൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ എന്നെ പറഞ്ഞ പോലെ ഈ ഫ്രാഗ്രൻസ് വേൾഡ് എന്നുള്ള കമ്പനി ഒരു മലയാളിയുടെ എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടർ ജിനീഷ് സാബു ഉണ്ട്. അപ്പം അങ്ങേര് പറഞ്ഞതാണ് അത് ഏതോ ഒരു മൂസാക്കാൻ്റെ ആണെന്ന്. പോളണ്ട് മൂസാക്കായോ അങ്ങനെ കണ്ടൊരു ഇക്കാൻ്റെ ആണെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, എന്തായാലും ഞാനിങ്ങനെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളി. അപ്പം നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിനകത്തുനിന്ന് ആദ്യമായിട്ട് ഈ പൊങ്ങി വരുന്നത് സ്പൈസസ് ആണ്. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്നമണും കാടമുമാണ് ഈ പൊങ്ങി വരുന്നത്. ഈ സിന്നമണും കാടമും പൊങ്ങി വരുമ്പം തന്നെ നല്ല സെഡക്റ്റീവാണ് ഫ്രാഗ്രൻസ്. സിന്നമൺ കാടമം എവിടെ വരുന്നോ അവിടെ ഫ്രാഗ്രൻസിന് നല്ല അപ്പീലിംഗ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഈ സിന്നമണും കാടമവും കൂടെ പൊങ്ങി വന്നിട്ട് നല്ല സെഡക്റ്റീവ് സ്മെല്ലാണ് മണക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ബർബൺ വാനില, പ്രാലീൻ ഒക്കെ കയറി വരും. പ്രാലീൻ ഒരു ചോക്ലേറ്റി വാനില സ്മെല്ലൊക്കെ കൊടുക്കുന്ന ഒരു സാധനം. ഈ സാധനങ്ങളൊക്കെ കൂടെ ആയിട്ട് ബേസായിട്ട് കയറി വരും. പിന്നെ ഏലമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ഏലമിയും കൂടെ ഒരു കോൺട്രാസ്റ്റിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിന്നമൺ വാനില ഏലമിയുടെ ഒരു സ്മെല്ലാണ് ഇത് മണക്കുന്നത്. നല്ലൊരു ഗുർമാൻ ഡിഷാണ്, അതായത് നല്ല ഒരു എഡിബിൾ മെറ്റീരിയൽ പോലെ നിങ്ങളെ മണക്കും. അപ്പം ഇതിന് ഡ്രൈ ഡൗൺ ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓപ്പണിങ് ഈ സിന്നമൺ കാടമമാണ്. അതിൻ്റെ ആ ഒരു മെയിൻ പ്ലേ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് മിക്കവാറും വനില ആയിരിക്കും. ആ വനില ഡ്രൈ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈ ഡൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ആ വനില ബോംബ് പോലെ നല്ല രീതിയിൽ മണക്കും. നമ്മുടെ മെഴ്സിഡസ് ബെൻസ് ഉള്ള ആളുകൾ ഇത് വാങ്ങിക്കണമെന്നില്ല. പെർഫ്യൂംസ് ഡിമാർലി ആൾട്ടെയർ ഒറിജിനൽ എന്ന് ഞാൻ പറയത്തില്ല, ആൾട്ടെയർ ഉള്ള ആൾക്കാർക്ക് ഇത് വാങ്ങിക്കണമെന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ശ്രേണിയിൽപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഒന്നെങ്കിൽ മെഴ്സിഡസ് ബെൻസ് ക്ലബ് ബ്ലാക്ക്, അല്ലെങ്കിൽ പെർഫ്യൂംസ് ഡിമാർലി ആൾട്ടെയർ, അല്ലെങ്കിൽ ഇത് മതി. ഇതിനകത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അടിപൊളി മണമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് ഒരു 6 hours എന്തായാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഫ്രാഗ്രൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ സ്കിന്നിൽ വനില പെർഫോം ചെയ്യത്തില്ല, അത് ശ്രദ്ധിച്ചോണം. അല്ലാതെ പ്രൊജക്ഷൻ നല്ല ഡീസൻറ്റ് പ്രൊജക്ഷനാണ്. ഇതൊരു ബിഗ് അംബ്രോക്സൻ ബോംബ്. അതുകൊണ്ട് തന്നെ ഈ അംബ്രോക്സൻ പുഷ് ചെയ്ത് നാട്ടുകാരുടെ മൂക്കിനകത്തേക്ക് കയറാനായിട്ട് പറ്റുന്നൊരു സാധനം. ഇതിനകത്ത് നല്ല രീതിയിൽ അംബ്രോക്സൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രൊജക്ഷനുണ്ട്. നല്ല പ്രൊജക്ഷനും അത്യാവശ്യം നല്ല ലോഞ്ചിവിറ്റി ഉള്ളൊരു സാധനമാണ്. അല്പം തണുപ്പുള്ള നൈറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പൊളിക്കും. കല്യാണത്തിന് പുതിയാപ്പിളയ്ക്ക് നൈറ്റിലൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയ ഐറ്റം ഇതാണ് കേട്ടോ. അടിപൊളി ഫ്രാഗ്രൻസ്. വേറൊരെണ്ണം നിഷാനാനി, വേറൊരെണ്ണം ഫ്രഞ്ച് അവന്റിൻ്റെ തന്നെ സ്പെക്ടർ ഗോസ്റ്റാണ്. സ്പെക്ടർ ഗോസ്റ്റ് നിഷാനാനിയുടെ ക്ലോണാണ്, പക്ഷേങ്കിൽ ഏറ്റവും ബെറ്റർ നിഷാനാനിയാണ്.
പക്ഷേ അതിന് 30,000 രൂപയും സ്പെക്ട്രൽ ഗോസ്റ്റിന് 3,500 രൂപയേ ഉള്ളൂ. അത്രയും ഡിഫറൻസ് അതിനകത്തുണ്ട് കേട്ടോ. ഇത് വളരെ അടിപൊളി ഫ്രാഗ്രൻസാണ്. ഈ കല്യാണത്തിൻ്റെ ഈ നൈറ്റ് പാർട്ടിക്കൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് സൂപ്പർ ഫ്രാഗ്രൻസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇത് മാസീവ് കോംപ്ലിമെൻറ്റ് പുള്ളറാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അപ്പീൽ കിട്ടും. അടിപൊളി ഫ്രാഗ്രൻസാണ്. പക്ഷേ കുറച്ച് നാൾ മാസറേറ്റ് ചെയ്യണം. ഞാനിപ്പം ഒരു 2 മാസം മാസറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത് കേട്ടോ. അപ്പം അത്രയും ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അടുത്ത ഫ്രാഗ്രൻസിലേക്ക് കിടക്കാം. അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ലത്താഫയുടെ തെരിയാക്ക് ഇൻറ്റൻസ് എന്ന് പറഞ്ഞ ആ ഒറിജിനൽ തെരിയാക്ക് ഉണ്ടായിരുന്നു. അത് സാധനം ഒരു വൈറ്റ് കളേർഡ് ബോട്ടിലിൻ്റെ മേളിൽ സ്നേക്കൊക്കെ ഉള്ളത്. അത് ഭയങ്കര ഫെമിനൈൻ ലീനിങ് ആയിരുന്നു. ഇത് പക്ഷേങ്കിൽ പെർഫെക്റ്റ്ലി യൂണിസെക്സാണ്. ഇത് ഉണ്ടാക്കിയ കഥയാണ് എനിക്ക് പറയാൻ കൂടുതലായിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു ബോട്ടിലിനകത്തൊക്കെയാണ് വരുന്നത് കണ്ടോ. നമുക്ക് പറയാം, കഥയിലോട്ട് വരാം. എന്നിട്ട് ഇതുണ്ട്, ഇതിൻ്റെ മേളിൽ എന്താ പാമ്പൊക്കെ ഓടുന്നുണ്ട്. അത് ലത്താഫയുടെ ഓരോരോ പരിപാടികൾ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവരിങ്ങനെ വിയേർഡ് ഡിസൈൻ കാണിച്ച് വയ്ക്കും. പക്ഷേങ്കിൽ ഇത് കണ്ടോ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിൻ്റെ താഴെ സ്റ്റീല്. പക്ഷേ ഹാറ്റ്സ് ഓഫ് ഇത്. കാരണം ഇങ്ങനെയൊക്കെ ഫ്രാഗ്രൻസ് വെസ്റ്റേൺ വേൾഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസിലി ഒരു $150-200 അതിന് എന്തായാലും വരും. ഇപ്പം ഇതിൻ്റെ ആറ്റോമൈസർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ആറ്റോമൈസറാണ്. ഇപ്പുറത്തെ സ്പ്രേ ചെയ്ത് നോക്കാം. ഏറിപ്പോയ സാധനം ഞാൻ മണത്തതാണ്. അടിപൊളിയാണ്. ഇതിനകത്ത് ഒരു ലിക്കറിഷ് പ്ലമ്മാണ് ഈ മേളിൽ കയറി വരുന്നത്. ഈ ലിക്കറിഷ് പ്ലം മേളിൽ കയറി വന്നിട്ടുള്ളൊരു ഇത് ഒന്നിൻ്റെയും ക്ലോണല്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ക്വിൻറ്റൻ ബിഷ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമറാണ്. ക്വിൻറ്റൻ ബിഷ് പെർഫ്യൂമർ ഫേമസ് ആയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലമേലിൻ്റെ ഒരുമാതിരിപ്പെട്ട നല്ല സാധനങ്ങൾ, ഗാനമേഡ്, ഇതൊക്കെ ഉണ്ടാക്കിയ മനുഷ്യനാണ്. അപ്പോൾ ലത്താഫിനെ പോലുള്ള മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡൊക്കെ സാധാരണ ക്ലോൺ ഹൗസ് ആണെങ്കിൽ പോലും അവർക്കിപ്പോൾ നല്ല പൈസ ഉള്ള കാരണം അവർ ക്വിൻറ്റൻ ബിഷിനെ പോലെ നല്ല പെർഫ്യൂമേഴ്സിനെ ശരിക്കും ഇട്ടിട്ട് നല്ല രീതിയിലുള്ള പെർഫ്യൂംസൊക്കെ ഇറക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് നല്ല ചെറിയ പൈസയ്ക്ക് നല്ല പെർഫോമൻസും നല്ല ഇതുള്ള പെർഫ്യൂംസ് കിട്ടും. ഇത് ഭയങ്കര യൂണിക്കാണ് കേട്ടോ. ഇതൊന്നിൻ്റെയും ക്ലോണല്ല. ഇത് അടിപൊളി സാധനമാണ്. ഇതാണ് ബോട്ടിലിൻ്റെ ഡിസൈനൊക്കെ. പിന്നെ ഒരു കാര്യം, ഇത് എയറിൽ ഇതുണ്ടോ, ഞാനിപ്പോൾ കയ്യിലടിച്ചിട്ടുണ്ട്. എനിക്ക് ഇനീഷ്യോ പാരഗൻ്റെ ഒരു ആ ഒരു കാറ്റഗറിപ്പെട്ട രീതിയിലുള്ള അത് പ്ലം വന്ന കാരണം ഇനീഷ്യോ പാരഗനാണ് ശരിക്കും പ്ലം നന്നായിട്ടുള്ളൊരു പെർഫ്യൂം. ഇത് നന്നായിട്ട് പ്ലം ഉണ്ട്, പക്ഷേ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ്, ഞാൻ ഡ്രൈ ഡൗൺ ഇതിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഡ്രൈ ഡൗണിലും ആ സിറപ്പി കൈൻഡ് ഓഫ് പ്ലം കിട്ടുന്നുണ്ട് നമുക്ക്. ഈ പ്ലം ശരിക്കും ഇതിനകത്തുനിന്ന് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്ലം എന്ന് ഞാൻ പറയുന്നത് നല്ലൊരു യുണീക്ക് നോട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇത് എയറിൽ നല്ല രീതിയിൽ പ്ലം സ്മെല്ല് ചെയ്യും. ഇത് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആക്റ്റീവ്ലി 6 hours കിട്ടും. പിന്നെ പ്രൊജക്ഷൻ ഡീസൻറ്റ് പ്രൊജക്ഷൻ ഉണ്ട്. ഒരുപാട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കയറത്തില്ല. പക്ഷേ എങ്കിൽ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും, നല്ല മാസീവ് കോംപ്ലിമെൻറ്റ് പുള്ളറാണ്, ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഏതാണെന്ന്. പക്ഷേങ്കിൽ ഇതും ഈ ലത്താഫ ഇങ്ങനെ സ്പീഡിൽ ഇറക്കി വിടുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. നിങ്ങൾക്ക് അടിച്ചിട്ട് നല്ല പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 മാസം മാസറേറ്റ് ചെയ്താൽ മതി. ഇത് അടിപൊളി പെർഫോമൻസിലോട്ടായി വരും. കാരണം ഈ ഡിസൈനർ ഫ്രാഗ്രൻസസ് ഒക്കെ ഇഷ്ടം പോലെ മാസറേറ്റ് ചെയ്തിട്ടാണ് അവർ വിടാറ്. ലത്താഫ പോലുള്ള ബ്രാൻഡുകൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് മാസറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പൈസയ്ക്കുള്ള പ്രൊജക്ഷൻ ഇതെന്തായാലും തരുന്നുണ്ട്. ഇത് രണ്ടും ഒരു 3,500 രൂപ റേഞ്ചിൽപ്പെട്ട ഫ്രാഗ്രൻസാണ്. ഇനിയിപ്പോൾ ഭയങ്കര പ്രൊജക്ഷൻ, മോഫോ ലൈക്ക് പ്രൊജക്ഷൻ, ആൾക്കാരെല്ലാം വഴി താണു കേട് നിന്ന് വണങ്ങി ഏത് ഫ്രാഗ്രൻസ് ആണെന്ന് ചോദിക്കണം, ഒരു രാജാവിനെ പോലെ നടക്കണം എന്ന് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ തേക്കണോ അമോജ് റിഫ്ലക്ഷൻ 45 ഈ സാധനമൊക്കെ മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ അങ്ങ് നടക്കും. അതായത് പോകുന്ന വഴിയെല്ലാം നിങ്ങൾ മണക്കും. നാട്ടുകാരെല്ലാവരും ചോദിക്കും ഇത് ഏതാ സാധനമെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചടിക്കണം. ഇതിൻ്റെ പണി നന്നായിട്ട് എടുക്കുന്നുണ്ട്. എങ്ങനെയായാലും ആൾക്കാർ ചോദിച്ചിരിക്കും ഇത് ഏതാ നിങ്ങൾ അടിച്ചിരിക്കുന്നതെന്ന്. അത്രയ്ക്കും നല്ലൊരു ഫ്രാഗ്രൻസാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു റിവ്യൂവായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.